ബഹുമാന്യരായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അധ്യക്ഷൻ ഡോക്ടർ രാജശേഖരൻ നായർ സാർ, ശ്രീ ജോർജ് ഓണക്കൂർ സാറ്, ശ്രീ ഇത് ഉദ്ഘാടനം ചെയ്ത പ്രണവചന്ദ്രൻ സാറ്, നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നല്ല ചരിത്ര ഗവേഷകനുമായ ശ്രീ ശശിഭൂഷൺ, മറ്റ് മലയങ്കൽ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സദസ്സിൽ ഉള്ളവർ, മറ്റ് സ്നേഹിതരെ, സഹോദരന്മാരെ, എൻ്റെ മിത്രങ്ങളെ, ഞാൻ വാസ്തവത്തിൽ ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല വന്നത്. ഈ ചടങ്ങ് കുഞ്ഞമ്പിള്ള സാറ് മരിച്ചതിന് ശേഷം 30 വർഷമാകാൻ പോകുന്നു, 29 വർഷമാകും. അപ്പോൾ അതിന് ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട ആൾക്കാർ നേരിട്ട് വിളിച്ചു കൂട്ടുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ഏറ്റവും മകൻ്റെ മക്കളെയും കൂടെ ഞാൻ കൊണ്ടുവന്നു. കുഞ്ഞമ്പിള്ള സാർ ആരായിരുന്നെന്ന് അവരും കൂടെ അറിയണം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. രാജശേഖരൻ ചേട്ടൻ്റെ പ്രസംഗം തന്നെ കേൾക്കാനാണ് വാസ്തവത്തിൽ ഞാൻ ഉണ്ടായത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഒരു കേട്ടു തുടങ്ങിയിരിക്കുന്ന ഒരു പദമുണ്ട്: ആനന്ദ ചിന്മയ ഹരേ ഗോപികാ രമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം അങ്ങാകണം. ഇതെൻ്റെ അച്ഛൻ, അതായത് കുഞ്ഞമ്പിള്ള സാറിൻ്റെ നേരെ ഇളയ സഹോദരൻ, കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് പതിച്ചു കിട്ടിയ ഒരു സ്വത്താണ്. പക്ഷെ അതിൻ്റെ പൊരുൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താണ് എന്ന്. പൊരുൾ കേൾക്കാം, അങ്ങാണെല്ലാം നിശ്ചയിക്കുന്നത്, ഞാനെന്നുള്ള അഹങ്കാരം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ രാജശേഖരൻ നായർ സാറിൻ്റെ ചേട്ടൻ്റെ ഞാനെന്ന ഭാവം എന്ന പുസ്തകം, ആ പുസ്തകം അവരെനിക്ക് കോംപ്ലിമെൻ്ററി കോപ്പിയായിട്ടാണ് എത്തിച്ചേർന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും ഇതിൻ്റെ പൊരുൾ പൂർണ്ണമാകത്തില്ല. 2 പ്രാവശ്യം വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ അപ്പം തോന്നി അതെന്താണെന്ന് തോന്നി. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ മെറ്റബോളിസം, ഞാൻ എന്നുള്ളത് ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ രണ്ടും കൂടെ സമന്വയിക്കാൻ പറ്റിയ രാജശേഖരൻ ചേട്ടന് മാത്രമേ പറ്റൂ. ശാസ്ത്രത്തെ മാത്രമല്ല, ആ ശാസ്ത്രവും നമ്മുടെ ജീവിതവും ആ ഭാവവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഈ രണ്ടാമത് വായിക്കുമ്പോഴും നിങ്ങളെല്ലാം വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 10-70 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും വായിക്കണം. വായിച്ചിട്ട് എന്താണ് അത് എന്ന്, ഇത്ര സാങ്കേതികമായ ഒരു കാര്യത്തെ എത്ര ഗംഭീരമായ ഒരു മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തുവാൻ ആ പുസ്തകത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള 10,000-1200 പേജുള്ള പുസ്തകമാണ്. ഒറ്റയിരുത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്നുള്ളൂ. അതങ്ങനെ നിൽക്കട്ടെ. ആ പദത്തിൻ്റെ ഉടമസ്ഥനാരാണ് എന്ന് ഞാൻ കണ്ടത് കുഞ്ഞമ്പിള്ള സാറിനാണ്, ഡോക്ടർ ശിവരാട്ട് കുഞ്ഞമ്പിള്ള. ഞാനെന്ന ഭാവം ഒരിക്കൽ പോലും അദ്ദേഹത്തെ തേണ്ടിയിട്ടില്ല. ഞാനെന്ന ഭാവം, ഞാൻ ഇന്നയാളാണ് എന്നുള്ള ഭാവം അദ്ദേഹത്തിന് ഒഴിക്കപ്പെട്ടില്ല. ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പല കാര്യത്തിൽ നിൽക്കുമ്പോഴും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാൻ ചില അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, വളരെ വൈകാരികമായ ഒരു ബന്ധം എവിടെയോ ഉണ്ടായിരുന്നു. ആ ബന്ധത്തിനേക്കാളേറെ ചെല്ലുമ്പോഴും ഇത്രയും വലിയ ഒരാൾ എങ്ങനെ ഇത്രയും ഞാനെന്ന ഭാവമില്ലാത്ത ഒരാളായി മാറാൻ കഴിയുന്നു എന്നുള്ളത്, അങ്ങനെ ഒരാളുടെ മകന് മാത്രമേ അത് എഴുതാൻ പറ്റൂ. ഡോക്ടർ രാജശേഖരൻ നായർ സാറിന് മാത്രമേ അത് എഴുതാൻ പറ്റൂ. ശാസ്ത്രകാരനും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആ മേഖലയിലെ ന്യൂറോളജിസ്റ്റ് എന്നുള്ള നിലയിലുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ രാജശേഖരൻ നായർക്കും, എന്നാൽ സാഹിത്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഇത്രയും ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അത് എഴുതാൻ പറ്റൂ. ഞാനെന്ന ഭാവം ഇല്ലാത്ത ഒരവസ്ഥ. 29 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം ഞാൻ പറയുമായിരുന്നു. അങ്ങോട്ട് പോയില്ല, ഒരു വഴിക്ക് വേറെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു. നമ്മുടെ 29 വയസ്സേ ഉള്ളൂ കുഞ്ഞമ്പിള്ള സാറിന് അന്ന്. എനിക്ക് തോന്നുന്നു 29, 27, 28 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ദിവാൻ ഭരണത്തിൻ്റെ അവസാന വർഷമാണത്. അന്നാണ് ഈ മതിലകൻ രേഖകളടക്കമുള്ള കാര്യങ്ങൾ നിരത്തി വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് കണ്ടെത്തി എന്താണ് ഈ കേരളത്തിൻ്റെ പഴയകാല യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന സമിതിയിലെ പ്രധാനപ്പെട്ട ആളായി അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞല്ലോ, രാജശേഖരൻ പറഞ്ഞുകൊണ്ട്.
പക്ഷേ അതിനൊരു ബാക്കിപത്രം കൂടിയുണ്ട്. അത് ഞാൻ എൻ്റെ തെസീസിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ ബാക്കിപത്രമാണ്. ആ ബാക്കിപത്രം അവിടെയാണ് ഒരു പാവപ്പെട്ട ശൂരനാട്ടുകാരൻ അടിമുടി വിറച്ച് നിന്ന് ഇനി എന്ത് സംഭവിക്കും എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ട സ്ഥിതി വന്നു. കാരണം അന്നേതുവരെ രാജകുടുംബങ്ങൾ മുഴുവൻ ബലിയിട്ടുകൊണ്ടിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരുടെ ക്രൂരത പുറത്തു കൊണ്ടിരുന്നതിന് വേണ്ടി ഉമയമ്മ റാണിയുടെ 8 മക്കളെ കളിപ്പാങ്കുളത്തിൽ മുക്കിക്കൊന്നത് 8 വീട്ടിൽ പിള്ളമാരാണ് എന്ന് ചരിത്രം. ആ ചരിത്രം രാജാവിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം ആണ് അന്നേതുവരെ നിലനിൽക്കുന്നത്. പക്ഷേ ഇത് തയ്യാറാക്കിയപ്പോൾ കുഞ്ഞമ്പിള്ള സാറിന് മനസ്സിലാക്കി അതല്ല ചരിത്രം. യഥാർത്ഥ ചരിത്രം വേറെയാണ്. ഫ്രഞ്ച് സന്ദർശകൻ വന്ന വർഷവും അദ്ദേഹം ഉമയമ്മ റാണിയുമായിട്ടുള്ള ചർച്ച നടത്തിയതും ഒക്കെ പുറത്തു വന്നിട്ട് പറഞ്ഞു ഉമയമ്മ റാണി പ്രസവിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും പറഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം രാജകുടുംബങ്ങളും കൊട്ടാരക്കെട്ടുകളും ഒക്കെ പ്രകമ്പനം കൊള്ളൂ. അന്ന് വരെ ചെയ്തിരുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് എന്ന് അതും ഒരു ചെറിയ പയ്യൻ വിലയിരുത്തുകയാണ്. സർ CP ആണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഉള്ളൂരിനെ വിളിച്ചു. ഉള്ളൂരാണ് അതിൻ്റെ സാങ്കേതിക വശമൊക്കെ ചോദിച്ചു. ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അതുതന്നെയാണ്. 8 വീട്ടിൽ പിള്ളമാരുടെ ക്രൂരകൃത്യങ്ങളാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഉള്ളൂർ എന്ത് പറയുന്നു എന്നറിയട്ടെ എന്ന് പറഞ്ഞു. ഉള്ളൂർ വന്നെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞമ്പിള്ള പറഞ്ഞതാണ് ചരിത്രം, അതാണ് സത്യം. 8 വീട്ടിൽ പിള്ളമാരുടെ ക്രൂരതയ്ക്ക് വേണ്ടി രാജകുടുംബം ഉണ്ടാക്കിയ ഏറ്റവും വലിയ കഥകളിൽ ഒന്നാണ് ഈ ചരിത്രം. അതല്ല ചരിത്രം. ഉമയമ്മ റാണി പ്രസവിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു അന്ന് അദ്ദേഹം എഴുതിയ വാക്കുകൾ ആകാശവാണിയിൽ അദ്ദേഹം പറഞ്ഞു കാലിൻ്റെ പെരുവിര മുതൽ തലവരെ ഏത് ഘട്ടത്തിലും എന്തും സംഭവിക്കാം. ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ല. രാജകുടുംബത്തെ മുഴുവൻ തേജോവധം ചെയ്ത ഒരു തന്നെ തൂക്കിലേറ്റാൻ അദ്ദേഹത്തിന് ആ ഭരണത്തിൻ്റെ അവസാനത്തിന് കഴിയും. വിറച്ച് നിൽക്കുന്ന അദ്ദേഹത്തെ ഉള്ളൂരാണ് CPയുടെ അടുത്ത് ചെന്ന് CP അതിനാണ് ചെയ്തത്. അതാണ് CP രാമസ്വാമിയെ പറ്റി എത്ര മോശത്തരം ആളുകൾ പറയുന്നുണ്ടെങ്കിലും കഴിവിനെയും അർഹതയെയും പാണ്ഡിത്യത്തെയും പൂർണ്ണമായി അംഗീകരിച്ച ഒരു തീക്ഷ്ണശാലിയായിരുന്നു അദ്ദേഹം. കുഞ്ഞമ്പിള്ള സാറിന് പട്ടും മുളയും കൊടുത്താണ് അന്ന് അവിടെ നിന്ന് വിട്ടത്. അതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം അതും എനിക്ക് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, ഞാൻ നീട്ടത്തില്ല. അപ്പോൾ രണ്ടാമത്തെ സംഭവം നേരത്തെ ഇവിടെ ഓണക്കൂർ സാർ പറഞ്ഞ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കൊടുക്കുന്നത് കുഞ്ഞമ്പിള്ള സാറിനാണ്. പക്ഷേ ആദ്യമായിട്ട് അതിന് അർഹൻ വേറെ ഒരാളുമില്ല. ഓണക്കൂർ സാർ പറഞ്ഞല്ലോ, ഒരേ ഒരാൾ മാത്രമേ അതിന് അർഹതയായിട്ടുള്ളൂ. ഞാനന്ന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം കാറിൽ ഒരു ചടങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് യാദൃച്ഛമായിട്ട് പറഞ്ഞു, എടാ കുഞ്ഞമ്പിള്ളയ്ക്ക് ആണ് ഇപ്രാവശ്യം നമ്മളൊരു വലിയ സംഭവം ഉണ്ടാകാൻ പോവുക. കേരളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ്റെ പേരിൽ ഒരു പുരസ്കാരം, അതും 1 ലക്ഷം രൂപ. അന്നത്തെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വലിയൊരു പണം തന്നെയാണ്. അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു തുടക്കം വെക്കുകയാണ്. അങ്ങനെ എപ്പോഴും കൊടുക്കാനല്ല, അതിന് അർഹതയുള്ള ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അങ്ങനെ സന്തോഷം കൊണ്ട് തുടികെട്ടി. ഞാനും ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ വാങ്ങിച്ച് നേരെ കേരളപ്രഭയിൽ ചെന്ന് വളരെ അപൂർവമായിട്ട് പോകുന്ന ഞാൻ ചെന്ന ഘട്ടത്തിൽ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിൽ നിന്ന് അന്നത്തെ HRD മിനിസ്റ്റർ അർജുൻ സിംഗ് ഒരു കാള് വരുന്നു. അദ്ദേഹത്തെ വല്യച്ഛനെ അഭിനന്ദനം ചെയ്ത് കൺഗ്രാജുലേഷൻ പറയുകയാണ്. HRD മിനിസ്റ്റർ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായി വിദ്യാഭ്യാസ രംഗത്തേക്ക് എല്ലാം പറഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഞങ്ങൾ കുഞ്ഞമ്പിള്ളയെ ഏൽപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നമുക്ക് നമ്മുടെ അറിവിൻ്റെ ഭണ്ഡാകാരങ്ങളാണ്. നമ്മുടെ തലമുറയ്ക്കും ഭാരതത്തിനും സമ്പത്താണ്, ഒക്കെ ശരിയാണ്. പക്ഷെ പുത്തൻ തലമുറയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധപ്പെടണമെങ്കിൽ അവർക്കതുമായി ബന്ധപ്പെടുന്ന ഒരു ഭാഷ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെടുന്ന ഒരു ബന്ധപ്പെടാൻ ഒരു അവസരമുണ്ടാകണം. ആ അവസരം ഉണ്ടാകണം എന്ന് വെച്ചാൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒരു ചിമിഴിലടിച്ച പോലെ ഇംഗ്ലീഷിൽ അത് തയ്യാറാക്കി
തരാൻ കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഒരു വർഷം ആ വർക്കിലായിരുന്നു എന്ന് തന്നെ എൻ്റെ വിശ്വാസം. ആ വർഷത്തിൻ്റെ അവസാനമാണ് അദ്ദേഹം മരിക്കുന്നത്. അത് പുസ്തകമാക്കാനും പറ്റിയില്ല, ഒന്നുമില്ല. ഞാനിതിൻ്റെ കോപ്പി കണ്ടത് കേരള സർവകലാശാലയുടെ ഒരു കോർണർ, ചില പുസ്തകങ്ങളെല്ലാം അവിടെ ഇട്ടേക്കുന്നത് അനാഥമായി പ്രിൻ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടിരുന്ന ആ പേപ്പർ ഇങ്ങനെ കിടക്കും. ഞാൻ ഈ പുസ്തകങ്ങൾ ശേഖരിക്കാൻ നടക്കുക, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ എല്ലാം. കാരണം ഞാൻ PhD-ക്ക് സബ്ജക്റ്റായി സിനോപ്സിസ് കൊടുത്തത് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരളയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ പകുതി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറുപ്പ് ആണ് അന്ന് സർവകലാശാല വൈസ് ചാൻസലർ, അദ്ദേഹവും എൻ്റെ ഡീന് ചാത്തനാഥ അച്ചുരണിയും പറഞ്ഞു, ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ പുസ്തകങ്ങൾ സമഗ്രമായി പഠിക്കണം, അത് വിലയിരുത്തണം, അതുകൂടായിരിക്കണം ഈ തെസീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു, പൂർണ്ണമായി കണ്ടെത്താൻ. പക്ഷെ കുറേയൊക്കെ കേരളപ്രഭയിൽ നിന്ന് കിട്ടി, മറ്റു പലയിടത്തുനിന്നും ശേഖരിച്ചു. കിട്ടാവുന്നതെല്ലാം സമാഹരിച്ച് വന്ന അവസരത്തിൽ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്, അവിടെ നിന്ന് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ ഭാഗത്ത് ചെന്നപ്പോൾ എനിക്ക് ചങ്ക് പൊടിഞ്ഞു പോയി. ഒരു വർഷം മുഴുവൻ ഒരു തപസ്സിനെ പോലെ ഇരുന്ന് തയ്യാറാക്കിയ ആ സാധനം ആ മൂലയിൽ ചവിട്ടി തേച്ചിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ലൈബ്രറിയിൽ നിന്നുള്ളതുകൊണ്ട് അതിനൊരു കോപ്പി എടുത്തു, എൻ്റെ തെസീസിനോടൊപ്പം ഞാൻ സമർപ്പിച്ചു. അതിനെനിക്ക് അതിൻ്റേതായ അംഗീകാരം തീർച്ചയായിട്ടും കാലിക്കറ്റ് സർവകലാശാല തരികയും ചെയ്തു. അത് പുസ്തകമാക്കിയിട്ടില്ല. പുസ്തകമാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അദ്ദേഹം തന്നെ രാജശേഖരൻ ചേട്ടൻ വിചാരിച്ചെങ്കിലേ ആ പുസ്തകമാക്കുന്നത്, അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, രാജശേഖരൻ ചേട്ടന് കിട്ടിയ നേട്ടം കുഞ്ഞമ്പിള്ള സാറിൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാനെന്ന ഭാവം എന്ന പുസ്തകം തീർച്ചയായിട്ടും എഴുതാൻ കഴിഞ്ഞത്. അത് കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ ഈ സാഹിത്യരംഗത്ത് മാത്രമല്ല, DC ബുക്സുകാരും മനോരമക്കാരും ഒക്കെ പറഞ്ഞത് ഇതുപോലൊരു പുസ്തകം ഈ മേഖലയിൽ വേറെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അന്ന് തയ്യാറാക്കി കൊടുത്ത ആ തെസീസിൻ്റെ ഒരു ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ എല്ലാ ഭാഗങ്ങളും കുറേയൊക്കെ പഠിക്കാനും കുറേയൊക്കെ കണ്ടെത്താനും ഇനി എത്രയോ എണ്ണം സമാഹരിക്കാൻ അവിടെ ഉണ്ടാകും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മുടെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ അടുത്ത ദിവസം തന്നെ മാതൃഭൂമി ആ ഭാഗം മാത്രം എടുത്ത് അറിവ് അന്വേഷണം എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെ പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ ആദ്യത്തെ ഇത് തീർന്ന് രണ്ടാമത്തെ ഇപ്പം പ്രിൻറ്റിങ് ചെയ്യുന്നു. സമഗ്രമായ ആ സംഭാവനകളുടെ മുമ്പിൽ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ നമ്മുടെ ONV കുറുപ്പ് സാറ്, കേരളം കണ്ടുള്ള ഏറ്റവും വലിയ കവി, അദ്ദേഹം എഴുതി പുണ്യശ്ലോകനായ ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ സംഭാവനകൾ. ആ സംഭാവനകളെ പറ്റി എഴുതാൻ എനിക്ക് കിട്ടിയത് അത്യപൂർവമായ ഭാഗ്യമാണ് എന്നാണ് അദ്ദേഹം ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പുണ്യശ്ലോകൻ തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും. ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമോ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു.